നടി ആക്രമിച്ച കേസിലെ അടൂർ പ്രകാശിന്റെ പ്രസ്താവനയ്ക്കെതിരെ രൂക്ഷ വിമർശനവുമായി കെ മുരളീധരൻ. അടൂർ പ്രകാശിന്റെ പ്രസ്താവന നിരുത്തരവാദപരമാണ്. എതിരാളികൾക്ക് അടിക്കാൻ ഒരു വടി കൊടുത്തതുപോലെയായി. 19 വർഷത്തെ രാഷ്ട്രീയ പാരമ്പര്യമുള്ള അദ്ദേഹത്തെ ഇത് പറഞ്ഞു മനസ്സിലാക്കേണ്ട കാര്യമില്ലെന്നും കെ മുരളീധരൻ പറഞ്ഞു. പ്രസ്താവന വളരെ നിരുത്തരവാദപരമായി എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അദ്ദേഹത്തിനെ പോലെ ഒരാളോട് ഇതൊന്നും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട കാര്യമില്ല. അദ്ദേഹത്തിന് 19 വർഷത്തെ രാഷ്ട്രീയ പാരമ്പര്യമുണ്ട്. അങ്ങനെ ഒരു വ്യക്തി എന്താണ് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയത് എന്നെനിക്ക് മനസ്സിലാവുന്നില്ല. അത് രാഷ്ട്രീയ എതിരാളികൾക്ക് അടിക്കാനൊരു ആയുധം കയ്യിൽ കൊടുക്കുന്നതിന് തുല്യമായി പോയി. സിബി ജോസഫാണ് വിവരങ്ങൾ നൽകാനുള്ളത്. സിബി, കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ, അടൂർ പ്രകാശിന്റെ ആ പ്രസ്താവന വലിയ രീതിയിൽ വിമർശിക്കപ്പെട്ടിരുന്നു. അത് കോൺഗ്രസിന് ഈ കെ മുരളീധരൻ പറഞ്ഞ അത്ര ഷാർപ്പായി പറഞ്ഞില്ലെങ്കിൽ തന്നെയും പലരും അത് തള്ളിപ്പറയുകയും ചെയ്തിരുന്നു. ഇന്ന് എത്രത്തോളം കൃത്യമായാണ് ഈ കെ മുരളീധരന്റെ പ്രസ്താവന വരുന്നത്? നൗഫൽ, വളരെ കൃത്യമായി തന്നെയാണ് ഇപ്പോൾ കെ മുരളീധരൻ അടൂർ പ്രകാശിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത്. ശരിക്കും അദ്ദേഹം ആഞ്ഞടിച്ചു എന്ന് തന്നെ കൃത്യമായി പറയാം. കാരണം 19 വർഷത്തെ രാഷ്ട്രീയ പാരമ്പര്യമുള്ള ആളാണ് അടൂർ പ്രകാശ്. അദ്ദേഹം ഒരു ചെറിയ നേതാവല്ല, ഒരു യുവ നേതാവല്ല. ഇത്രത്തോളം ഒരു മുതിർന്ന നേതാവിൻ്റെ ഭാഗത്തും ഇത്തരത്തിലൊരു വീഴ്ച അത് സംഭവിക്കാൻ പാടില്ലായിരുന്നു എന്ന് മാത്രമല്ല, അത് നിരുത്തരവാദപരമായ ഒരു സമീപനമാണ് അദ്ദേഹം ഈ കാര്യത്തിൽ സ്വീകരിച്ചതെന്നുള്ള ഒരു കാര്യത്തിൽ തുറന്നടിക്കുകയാണ് കെ മുരളീധരൻ ചെയ്തത്. എന്തുകൊണ്ട് അങ്ങനെ അദ്ദേഹം പറഞ്ഞു എന്ന് മനസ്സിലാകുന്നില്ല. എതിരാളികൾക്ക് അടിക്കാൻ ഒരു വടി കൊടുത്തതുപോലെയായി പോയി അദ്ദേഹത്തിൻ്റെ പ്രസ്താവന എന്നും അദ്ദേഹം തുറന്നടിക്കുകയും ചെയ്തു. അദ്ദേഹം അത് ചെയ്യാൻ പാടില്ലായിരുന്നു. പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിലാണ് ഇത് ചെയ്തത്. അത് വലിയ തിരിച്ചടിയായില്ല എന്ന ചോദ്യത്തിന് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അത് വലിയ തിരിച്ചടിയായില്ല എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. പക്ഷേ അദ്ദേഹം പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പാർട്ടി കാര്യങ്ങളിൽ അഭിപ്രായം പറയേണ്ടത് KPCC പ്രസിഡന്റാണ്. അതാണ് പാർട്ടി നയവും പാർട്ടി നിലപാടും. അത് ആ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം UDF കൺവീനറാണ്. ആ ഒരു സാഹചര്യത്തിൽ ഒരു പാർട്ടി നിലപാട് പോലെ ഒരു മുതിർന്ന നേതാവ് പറയുന്നത് ശരിയായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ആ ഒരു നടപടി അല്ലെങ്കിൽ ആ ഒരു അഭിപ്രായം അത് നിരുത്തരവാദപരമായി പോയി എന്നൊരു വിമർശനം അദ്ദേഹം തുറന്നടിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്നിപ്പോൾ കെ മുരളീധരൻ ഉണ്ടായത്. പ്രത്യേകിച്ച് നമുക്കറിയാം, ഇന്നലെ രാവിലെ ഈ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ 1ാം ഘട്ടം 7 ജില്ലകളിൽ വിധി പറയുമ്പോഴാണ് ഈ നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിജീവിതയെ അപമാനിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിലുള്ള അഭിപ്രായം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായത്. ഇതിനെതിരെ വളരെ വലിയ വിമർശനം ഉയരുകയും അദ്ദേഹം വൈകിട്ടോടെ മലക്കം മറയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഈ അദ്ദേഹത്തെ ഇന്നലെ തന്നെ KPCC പ്രസിഡന്റ് അടക്കമുള്ള മറ്റുള്ള നേതാക്കളെല്ലാം തന്നെയും തള്ളി പറഞ്ഞിരുന്നെങ്കിലും വളരെ രൂക്ഷമായ രീതിയിൽ കൃത്യമായ നിലപാട് കൂടി തന്നെ കെ മുരളീധരൻ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അദ്ദേഹം പറയാൻ പാടില്ലായിരുന്നു. 19 വർഷത്തെ പാരമ്പര്യമുള്ള ഒരു രാഷ്ട്രീയ നേതാവിന്റെ ഭാഗത്തുനിന്നും ഒരു വീഴ്ച ഉണ്ടായിട്ടുണ്ട്. അത് ഇതോടൊപ്പം തന്നെ ശശി തരൂരിന് ലഭിച്ച അവാർഡിനെ കുറിച്ചും അദ്ദേഹം സംസാരിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വീർ സവർക്കർ അവാർഡ് ശശി തരൂർ വാങ്ങാൻ പാടില്ല എന്നും മുരളീധരൻ പറഞ്ഞില്ലേ? തീർച്ചയായും സവർക്കർ എന്ന് പറയുന്നത് അദ്ദേഹം പറഞ്ഞത്, സവർക്കർ ബ്രിട്ടീഷുകാരുടെ മാപ്പ് പറഞ്ഞ ആളാണ്. സവർക്കർ ഒരിക്കലും കോൺഗ്രസോ രാജ്യമോ അംഗീകരിക്കുന്നില്ല. ആ ഒരു പശ്ചാത്തലത്തിൽ സവർക്കറിൻ്റെ പേരുള്ള ഒരു അവാർഡും ഈ ശശി തരൂർ എന്നുള്ള ഒന്ന് മാത്രമല്ല ഒരു കോൺഗ്രസ്സുകാരും അത് വാങ്ങാൻ പാടില്ല എന്നൊരു അഭിപ്രായമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. ശശി തരൂർ അത് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. തരൂരിനെതിരെ ഇത്തരത്തിൽ നിരന്തരമായ കോൺഗ്രസിനെതിരെയും പാർട്ടി നിലപാടുകൾക്ക് വിരുദ്ധമായൊക്കെ അഭിപ്രായം പറയുന്ന ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ട് നടപടി സ്വീകരിക്കുന്നില്ല എന്ന ചോദ്യത്തിന് അദ്ദേഹം കാത്തിരിക്കുക എന്നുള്ളൊരു കാര്യമായിരുന്നു അദ്ദേഹം പറഞ്ഞത്. അതോടൊപ്പം തന്നെ അദ്ദേഹം കൂട്ടിച്ചേർത്തു, ഇന്നലെ അദ്ദേഹം തിരുവനന്തപുരത്തെത്തി കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കൊപ്പം എത്തി അദ്ദേഹം ബൂത്തിലെത്തി വോട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം കോൺഗ്രസ്സുകാരനാണ് എന്ന് തന്നെ നമുക്കിപ്പോൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വയ്ക്കുകയും ചെയ്യുന്നു. എന്തായാലും ശശി തരൂരിനെതിരെ മുൻപും വളരെ വലിയ രീതിയിൽ ആഞ്ഞടിച്ച ആൾ തന്നെയാണ് കെ മുരളീധരൻ. ആ കാര്യം അദ്ദേഹം ഇപ്പോൾ ഒന്നും കൂടെ ഉറപ്പിച്ചുകൊണ്ട് സവർക്കറിൻ്റെ പേരുള്ള അവാർഡ് സ്വീകരിക്കാൻ പാടില്ല, അത് ഒരു കോൺഗ്രസ്സുകാരും സ്വീകരിക്കാൻ പാടില്ല എന്നൊരു അഭിപ്രായമാണ് അദ്ദേഹം ഇന്ന് നടത്തിയത്.